ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇനിയാസ് ലൈഫ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗണിലൊക്കെ എല്ലാവരും ഈ ചെടികളുടെ പിറകെ തന്നെയാണ്. അപ്പോൾ നമ്മൾക്കിന്ന് ഒരു ചെടികളുടെ വിസ്മയം തന്നെ കാണാൻ പോവാണ്. നമ്മളെ വീടിൻ്റെ അടുത്ത് അയൽവാസിയും ഫാമിലി ഫ്രണ്ടും ഒക്കെ ആയിരുന്ന ഉമ്മുതാത്തൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയത്. പലതരം ചെടികളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ മെഡിസിനൽ പ്ലാന്റ്സുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെ പലതരം ചെടികളും ഉണ്ട്. ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്നതും ഔട്ട്ഡോറായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ തരം ചെടികളും ഇവിടെ ഉണ്ട്. എനിക്ക് പ്ലാന്റ്സിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് മുതാത്താനോട് തന്നെ കുറേ കാര്യങ്ങൾ, പ്ലാന്റ്സിനെ കുറിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മുതാത്തയാണ്. ഞങ്ങളെ ഫാമിലി ഫ്രണ്ടാണ്, അതേപോലെ അയൽവാസിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല ബന്ധമുള്ള ഒരു ആളാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ മുതാത്താൻ്റെ കളക്ഷൻസാണ്. കുറച്ചും ഇവിടെ ഒന്നും അല്ല കേട്ടോ, ഇനിയുണ്ട് ഇഷ്ടംപോലെ. ഇതിപ്പോൾ അടുത്ത് തുടങ്ങിയതൊന്നും അല്ല കേട്ടോ. എല്ലാവർക്കും ഈ ലോക്ക്ഡൗണിലാണ് ഇങ്ങനെ ഈ ചെടിനെ കുറിച്ചൊക്കെ കൂടുതൽ എല്ലാവരും അതിക്ക് ഇറങ്ങി ചിന്തിക്കണ ഈ ലോക്ക്ഡൗൺ സമയത്താണ്. മുതാത്ത എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള ഇങ്ങനെ ചെടിനോട് ഭയങ്കര ക്രേസുള്ള ഒരാളാണ്. അപ്പം മുതാത്ത ഈ നിങ്ങൾ ചെറുപ്പം മുതലേ ഈ ചെടിനോട് ഇങ്ങനെ ഭയങ്കര ഒരു ക്രേസ് ഉണ്ടോ? ഞാൻ 10th പഠിക്കുമ്പോഴേ എനിക്ക് ക്രേസ് ഉണ്ടല്ലേ? അന്ന് മുതലേ ഇങ്ങനെ ഈ കളക്ഷനൊക്കെ കുറച്ച് മുന്നേ തന്നെ ഞാൻ കാണുന്ന മുതലേ ഇവിടെ ചെടികളെ ഒരു കൂടാരാണ്. അപ്പൊ അന്ന് ചെടി വളർത്തലൊന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം അല്ല, അതിന്റെ ഫസ്റ്റ് മുതലേ ഉണ്ടായിരുന്നു. ഞാൻ 10th ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ചെടികളോട് ഏത് ചെടി കണ്ടാലും അത് വേണം, അത് സ്വന്തമാക്കണം, അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം, അങ്ങനെ അതിനു വേണ്ടിട്ട് എഫേർട്ട് എടുക്കും. വീട്ടിലത്തെ പണി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ജോലികളൊക്കെ കണ്ടില്ലേ. ഇതൊന്നല്ല, ഇനി അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഞാൻ കാണിക്കാം. ഭയങ്കര രസമാണ് കേട്ടോ കാണാന്. നമുക്ക് കണ്ണിന് തന്നെ ഭയങ്കര കുളിർമയാണ്. അത്രക്കും നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടുന്ന് നഴ്സറികൾക്കൊക്കെ കൊണ്ടുവരലുണ്ട്. പിന്നെ നമുക്ക് നഴ്സറിയിൽ നിന്ന് ഒരുവിധം കിട്ടുന്ന അതിനേക്കാളും വേറെ അവരുടെ അടുത്തൊന്നും ഇല്ലാത്ത അത്രയും വേറെ കളക്ഷൻസും ഒക്കെ ഉണ്ട്. പിന്നെ റേറ്റ് ഓൾഡ് ആയിട്ടില്ല അല്ലേ? ഓൾഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് എന്നാ പറയണേ. പിന്നെ ഞാനും 1-2 നഴ്സറികളിലൊക്കെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാണുന്നതിനേക്കാളും നല്ല റേറ്റ് കുറച്ചിട്ടാണോ എനിക്ക് മുതാതാന്റെ അടുത്ത് നിന്ന് ചെടികളൊക്കെ കിട്ടിയത്. വെള്ള താമര അല്ലേ? ഇത് ഉണ്ടാവലുണ്ടോ? പൂക്കാറുണ്ട്. ഉണ്ടല്ലേ? ഇത് അങ്ങനെ സീസൺ മഴക്കാലത്താണ് പൂ ഉണ്ടാവല്ലേ? വെള്ളം നല്ലോണം ഇതാവണ സമയത്തായിട്ടായിരിക്കും. ആ സമയത്ത് വെള്ളം മഴക്കാലം പിന്നെ പൂക്കല്ലേ? അപ്പൊ ഒരു 6 months കൂടുമ്പോ പിന്നെ ഉണ്ടാവോ? പിന്നെ ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? ഇത് വാട്ടർ പോപ്പിയാണ്. വാട്ടർ പോപ്പി. വാട്ടർ പോപ്പി. ഇത് പൂവുണ്ടാവോ? യെല്ലോ കളറിൽ പൂവുണ്ടാവും. യെല്ലോ. ശരി. ആ ദൂരെ കാണുന്നല്ലേ? ചെടിയല്ലേ? ഈ കാണുന്നതാണല്ലേ വാട്ടർ പോപ്പി? വയലറ്റ് ആമ്പല് അല്ലേ? പിന്നെ അതിന്റെ പൊങ്ങി കിടക്കുന്നത് മൊസൈക്ക് പ്ലാന്റ് ആണ്. ഏത്? മൊസൈക്ക് പ്ലാന്റ്. അതെ.
കിട്ട പോലെ ഉണ്ടല്ലോ അതിന്റെ ഇത് കണ്ടിട്ട്. ഡോട്ടുകൾ ഇങ്ങനെ ആ ആ തെന്നി ചെതറിയിട്ട് ആ ആ ശരി. പിന്നെ വെള്ള ആമ്പലുണ്ട് അതിന്റെ ഇടയ്ക്ക്. ആ വെള്ള ആ ആ ശരി. ഇതൊക്കെ ഏതാ പിന്നെ ഈ ചെടി? ആ ഡ്രസ്സീന. ഇത് സാൻസിവേരിയ. ആ ആ സാൻസിവേരിയ. ഓക്കെ. പിന്നെ ആ പറയാം. സെക്യുലന്റ്. ആ അതില്ലേ ആ ഒരു നമ്മൾ പൊട്ടിച്ചാലൊക്കെ ഇങ്ങനെ പാല് വരുന്ന ടൈപ്പ്. ആ ആ പഴയ കാലത്തൊക്കെ ഇലമുളച്ചി പറയും. ആ ആ ഇത് നമ്മള് കള്ളിമുൾച്ചെടിയാണ്. കള്ളിമുൾച്ചെടി. ഇത് മഴക്കാലത്തൊക്കെ ഉണ്ടാവും. കാക്ടസ്. ആ അതെ എങ്ങനെ നട്ടാലും ഉണ്ടാവൂലേ? ആ ആ വലിയ മദർ പ്ലാന്റ് ആയാല് പൂവും വരില്ലേ? അതും കാക്ടസിൽ പെട്ടല്ലേ? അതിന്റെ വേറെ വെറൈറ്റി. ആ ശരി. പിന്നെ ഇനി എന്തൊക്കെയാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള? താമര. അത് പിങ്ക് കളർ താമരയാണ്. പിങ്കോ? ആ ആ ശരി. ഇതില്ലേ ഇതില് ഫിഷ് ഉണ്ടല്ലേ? പിന്നെ ഇത് ഓർക്കിഡിന്റെ വെറൈറ്റിയാണ്. ഡെൻഡോബ്രിയം വെറൈറ്റിയാണ്. ഓർക്കിഡിന്റെ ഡെൻഡോബ്രിയം. ആ ഡെൻഡോബ്രിയം. ഓക്കെ. യൂഫോർബിയ. ഇത് പല കളേഴ്സിലും ഉണ്ടാവും. പല കളേഴ്സിലും ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒന്നും ഫ്ലവർ ഇല്ല. ഇത് നല്ല വേനൽക്കാലത്താണ് ഇതിന് പൂവുണ്ടാവുക. ആ ആ ഈ യൂഫോർബിയക്ക് ഒരു ഇതുണ്ടാവും, ഒരു നമ്മൾ കണ്ണിലൊക്കെ പാലായി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ്? ഇല്ല, അത് ജസ്റ്റ് ഒരു അലർജിക് ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ. എല്ലാ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ടയറിൽ വെറുതെ വെച്ചതാണ്. ഇത് ഏതാണ്? ഇത് കലാത്തിയാണ്. ഇത് കലാത്തിയിൽ വിട്ട കലാത്തിയ. ഇതൊക്കെ അത് അഗ്ലോണിമയുടെ ചെറിയ വെറൈറ്റി. അഗ്ലോണിമെന്റ് അല്ലേ? ആ ആ ഇത് മാർബിൾ ഗ്രാസ്. മാർബിൾ ഗ്രാസ് അല്ലേ? ആ ആ ഇത് ടയറൊക്കെ നിങ്ങൾ ഇതാക്കിയിരിക്കും. ആ ആ ഇത് ഏതാ? അരേളിയം. അരേളിയം ബോർഡർ ചെടിയാണ്. ആ ആ ആ ശരി. നമ്മള് ബുഷൊക്കെ വെക്കണ പോലെ അല്ലേ? ബുഷ്. ആ ഇതൊക്കെയോ? ഇതൊക്കെ ഇങ്ങനെ ബോർഡർ ചെടികളാണ്. ഇത് ടെർട്ടിൽ വൈന്. ടെർട്ടിൽ വൈനോ? ടെർട്ടിൽ വൈൻ. ഓ ഓ സെയിം ടെർട്ടിൽ വൈൻ, വേറെ കളറ്. ആ ആ ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യോ? ആ ആ ഇത് ടൈപ്പ് ചീരയാണ്. നമ്മള് ബോർഡർ ചെടി തന്നെയാണ്. ഇതും ടെർട്ടിൽ വൈൻ്റെ വേറൊരു വെറൈറ്റി. ഇത് പിന്നെ അരേളിയം വേറൊരു വെറൈറ്റിയാണ്. ഇത് അരേളിയം. അതിനേക്കാളും വേറൊരു വെറൈറ്റി. വേറെ ലുക്കാണ്. അത് ഇല വേറെ, ഇത് ഇല വേറെ. ഇത് ഏതാണ് ഈ പ്ലാന്റ്? അതറിയില്ല, ഇത് പേരറിയില്ല. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇതാണ്, എന്താണ്, ബിഗോണിയുടെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ഏത്? ബിഗോണിയാസ്. ഇതെല്ലാം ഇതായിരിക്കും. അല്ല, ഇത് സിങ്കോണിയം വെറൈറ്റി. ഇത്തരം വെറൈറ്റികൾ സിങ്കോണിയ. ഇത് സിങ്കോണിയങ്ങൾ. ഇത് ഞാൻ അന്ന് കൊണ്ടുപോയിട്ടേ നല്ലോണം ഉണ്ടാവുന്നുണ്ട്. നമ്മളെ മണ്ണിലാവുമ്പോ പിന്നെ വേറെ ഒന്നും ചേർക്കാത്തോണ്ടേ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ഇത് സിങ്കോണിയത്തിന്റെ വേറെ അല്ലേ? സിങ്കോണിയം പറഞ്ഞ ഈ ചേമ്പിന്റെ ഇലന്റെ പോലുള്ള ഒരു ഇതാണോ? അല്ല, സിങ്കോണിയം ഇങ്ങനെ നമ്മള് ക്രീപ്പറാണ്. ക്രീപ്പറാക്കിയും വെക്കാം, നമുക്ക് ബുഷാക്കിയും വെക്കാം. പോണത് അങ്ങനെ പോവും ചെയ്യും. ശരി. ഇതൊക്കെ ബിഗോണിയുടെ വെറൈറ്റികൾ. ഇതേതാണ് ഈ ബിഗോണി തന്നെ? ശരി. ഫ്ലവർ കാണാൻ ഭംഗിയുണ്ടല്ലേ? ഇത് കലിവെട്ട് തന്നെയാണല്ലേ? ഇൻഡോർ ആണല്ലേ ഇത്? ഇതെന്താണ് പേര്? എൽഫ്. ശരി. ചെവി, ആനന്റെ ചെവിന്റെ പോലെ അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? അത് വലുതായിട്ടുണ്ടാവൂലേ? ഇത് ഓർക്കിഡ് അല്ലേ? ഒറിജിനൽ ഓർക്കിഡ് അല്ല, ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് സെഡ്സാമിയ GC പ്ലാന്റ്സ്. സിസിയോ? പിന്നെ ഇതൊക്കെ ബ്ലൂവേലിയയുടെ വെറൈറ്റിയാണ്. ബ്ലൂവേലിയ. അല്ലേ? ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞിക്കുമ്പോ നല്ല ഭംഗിയാണല്ലോ. അത് ഫെലോഡെൻഡ്രാണ്. ഇത് പൂവില്ല, അത് ഇൻഡോർ പ്ലാന്റ്. ഇൻഡോർ പ്ലാന്റാ? ഔട്ട്ഡോർ ആയി വെച്ച് മാത്രം. ഇതിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഇങ്ങനെ ഔട്ട്ഡോർ പുറത്തും വെക്കണം. എങ്ങനെ?
ഔട്ട്ഡോർ എപ്പോഴും നല്ലത് ഷെയ്ഡാക്കി വെച്ചാണ്ട് വെയിൽ കൊള്ളിക്കാതെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇൻഡോർ വെച്ചാലും നമ്മൾ ഇടക്ക് പുറത്തിറ ഈ കാറ്റ് ഒന്ന് വായൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ. മറ്റേത് എവർഗ്രീൻ ക്രിസ്മസ് എവർഗ്രീൻ. ഇത് നമ്മളെ പണ്ടത്തെ ചെടിയാണ്, പണ്ടുള്ള മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ശംഖുപുഷ്പം എന്ന് പറഞ്ഞ ചെടിയാണ്. ശംഖുപുഷ്പം ഇതാണ് അല്ലേ? ശംഖുപുഷ്പതാണ്. ശംഖുപുഷ്പം 2 വെറൈറ്റിയിലുണ്ട്, വൈറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട്. ബ്ലൂ വെറൈറ്റിയാണ്, വൈറ്റ് ഇവിടെ ഇല്ല. ഞാൻ അത് വന്നപ്പോ ഇങ്ങനെ കണ്ടു, പക്ഷെ എനിക്ക് പേരറിയാത്തോണ്ട്. പിന്നെ ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ. ഇത് ഗ്രൗണ്ട് അല്ലേ? ഇത് 2 വേറെ കളേഴ്സ്. യെല്ലോ കളറും ഉണ്ട്. പിന്നെ ഇതിന് കാണുമ്പോ നോക്കി ഇതിലേക്ക് ഭംഗി. ഇത് യെല്ലോ തന്നെ. ആ യെല്ലോ അല്ല കേട്ടോ, വേറെ യെല്ലോ ആണല്ലേ. ഇതിന്റെ ഫ്ലവറിന് ഒരു മാറ്റം ഉണ്ടല്ലോ അല്ലെ? കുറച്ച് കൊറേ തരം വെറൈറ്റിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടല്ലേ. ഇത് ചെറിയ റോസ് ചെറുതല്ലേ? വൈറ്റാ? ഇത് നല്ല ചെറിയ പൂവായിട്ടുണ്ടാവണ അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാന്. ഇത് വേറല്ലേ? ഇത് ഈ പ്ലാന്റ് ഏതാണ്? എപ്പീഷ്യ. ഹാങ്ങിങ് ആണല്ലേ? അതിന്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ? അത് അതിന്റെ ഒരു വെറൈറ്റി ആണോ? അപ്പൊ ഇതിന്റെ ഇടക്കൊരു ഗ്രീന് കാണുന്നത്. ഇത് ഡ്രസീന. ഇതൊക്കെ ഡ്രസീന. ഇതൊക്കെ 15 വെറൈറ്റികളാണ് അതിന്റെ. ഇതൊക്കെ തന്നെയാണ് ഡ്രസീന മാർജിൻ. ലൈൻ ഉള്ളതുകൊണ്ടാണ് മാർജിന പേര്. ശരി, മാർജിന ഇതേതാ? ഡാൻസിംഗ് ഗേളോ? നല്ല ഭംഗിയുണ്ടല്ലോ ഫ്ലവർ. ഓർക്കിഡിന്റെ കുടുംബം തന്നെയാണ്. പിന്നെ ഇത് നമ്മള് നേരത്തെ കണ്ട ഇതൊക്കെ ഏതാ? ബ്രോമിലിയാഡ്. ബ്രോമിലിയാഡ് വൈറ്റ്, ബ്രോമിലിയാഡ് പിന്നെ ഗ്രീന്, പിന്നെ ബ്രോമിലിയാഡിന്റെ തന്നെ ഡോട്ടുള്ള ടൈപ്പ്. ഇതിന്റെ പേര് ബ്രോമിലിയാഡ് ലിപ്സ്റ്റിക്കോ? ബ്രോമിലിയാഡ് ലിപ്സ്റ്റിക്. മുകളിൽ അതുണ്ടായ ലിപ്സ്റ്റിക്കിനെ പോലെ തോന്നുന്നുണ്ട്. ഇത് വേറെ ടൈപ്പ് ഡ്രസീന. ഇത് പിന്നെ പണ്ട് കാലങ്ങളിലുള്ള ചെടിയാണ്. ഇത് എനിക്കറിയാം. ഞാൻ കൊല്ലംമാറി എന്നൊക്കെ പറയും. അതായത് ഇത് വേലിന്റെ അവിടെ പണ്ടത്തെ ചെടിയാണ്. പക്ഷെ കാണാൻ നല്ല വെടിലാന്തസ്. ഇതിന് 2-3 വെറൈറ്റി. ഇത് മണി പ്ലാന്റ് അല്ലേ? ഇത് നല്ല കയറി പോണുണ്ട് അല്ലേ? മണി പ്ലാന്റ് എല്ലാം ഇങ്ങനെ ശരിക്ക് നമുക്ക് വെക്കടി അങ്ങനെ ബുഷാക്കി അങ്ങനെ വെക്കല്ലേ? ഇത് വേറൊരു ബാംബു ചെടിയാണ്. ഇത് ലക്കി ബാംബുവിന്റെ കുടുംബാണ് തന്നെ. ഇത് ഞാൻ വേറെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, നഴ്സറികളിലൊന്നും വല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതേതാ? അത് ഡ്രസീനന്റെ കുടുംബം തന്നെ. ഡ്രസീനന്റെ. ഇതൊരു മണി പ്ലാന്റ്. അതൊരു മണി പ്ലാന്റ്. വേറെ മണി പ്ലാന്റ്. ജിഞ്ചർ പ്ലാന്റിലെ ഇതോ? അറിയില്ല, പേരറിയില്ല. പക്ഷെ ഏകദേശം അതിന് നല്ല മാച്ച് ചെയ്യുന്ന ഒരു ഇത് ഈ ചെടി റയർ ചെടിയാണ്. സൂസനോ? സൂസൻ ക്ലൈംബറാണ്. അങ്ങനെ സൂസൻ. ഇത് കലേഡിയാണല്ലേ? ഇതിനല്ലേ രുമമുഖം എന്നൊക്കെ പറയില്ല നമ്മളിവിടെയൊക്കെ അല്ലേ? ചിലടത്തൊക്കെ ആനച്ചെവി എന്ന് പറയും. ശരി. ഇതൊക്കെ അതിന്റെ വെറൈറ്റി. ഇതൊക്കെ കലേഡിയാണല്ലേ? ഇത് പെപ്പറോമിയ.
ഇത് ഇതറിയില്ല, ഇത് പേരറിയില്ല. ഏതാ പീസ് ലില്ലി? അത് ഇത് ആന്തൂറിയല്ല, ആന്തൂറിയത്തിന്റെ കുടുംബം തന്നെയാണ്. ആണല്ലേ? പീസ് ലില്ലിയാണ്. പീസ് ലില്ലി. ഓ, വൈറ്റില്ലേ, നല്ല ഭംഗിയില് കാണാൻ. പൈനാപ്പിൾ. ശരി. കൈത ചെടിന്റെ വേറെ ടൈപ്പ് അല്ലേ? ഇതും ഉണ്ടാവോ? അതാ പൈനാപ്പിൾ. ശരി. ഓ, നല്ല ഇതുണ്ടല്ലേ. ഇത് വലുതാവോ? അല്ല, വലുതാവൂല, നമുക്ക് കഴിക്കും ചെയ്യാം തന്നെ. ഉണ്ടാവുള്ളൂ. നല്ല സ്മെല്ലും ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ? ഓ, നല്ല അടിപൊളിയായി. പിന്നെ ഇതൊക്കെ ക്രിപ്താന്തസ്. ഇത് ഇതില് ഇത് ഇതാണ് കലേഡിയം. കലേഡിയം ആ ചേമ്പിന്റെ വെറൈറ്റി തന്നെയാണ്. അത് റൗണ്ട് ഓർക്കിഡിന്റെ വേറെ. ശരി. ആകെ ഫ്ലവർ. ഇതേതാ പറഞ്ഞു? ഇത് പേരറിയില്ല. പിന്നെ ഇതൊക്കെ ബാമ്പുവിന്റെ വേറൊരു പ്ലാന്റ്. ബാമ്പൂല് പെട്ടന് വേറെ പ്ലാന്റ്. ഇത് സിങ്കോണിയ. അതിന്റെ ഒരു ഇത് നല്ല ഭംഗിയിലുണ്ടാവുന്നുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെയല്ലേ ശരിക്കും? ഇത് പെപ്പറോമിനെ വേറെ. അതിന്റെ വേറെ ടൈപ്പ് അല്ലേ? അതിന്റെ വൈറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിൽ പെട്ടു പോയി വൈറ്റ്. ചെടി ഇതും കാണാം, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഒരു നമുക്ക് ഇങ്ങനെ ഒരു ഡോട്ടുകൾ ഇങ്ങനെ. ഇതൊക്കെ അഗ്ലോണിമിന്റെ വെറൈറ്റീസ് ആണ്. അഗ്ലോണിമസ്. ഇതെല്ലാം അഗ്ലോണിമ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇതിൽ ഫ്ലവർ വരും. നല്ല ഭംഗി വരൂലേ? ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്? ഇവിടുന്ന് അങ്ങോട്ട് കലാത്തിയാണ്. കലാത്തിയല്ലേ? കലാത്തിയ. ഇത് കലാത്തിയാണോ? അത് കലാത്തിയാണ്. അത് കലാത്തിയ. ഇത് ഇതൊക്കെ കല. ഇത് വേറെ വെറൈറ്റി. ഇത് വേറെ വെറൈറ്റി. ഇത് കോളിസിലെ ഈ കണ്ണാടി ചെടി എന്നൊക്കെ പറയില്ല നമ്മള്? മാസം മാറിയില്ലേ? മാസം മാറി അറിയില്ലേ? ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുവോ? അങ്ങനെ ഉണ്ടോ? ഇതിന്റെ സീഡ് ഇട്ടാ വേറെ പ്ലാന്റും അങ്ങനെയാ? കട്ടിങ്സ് നട്ടാല് വേറെ പ്ലാന്റും ഉണ്ടാവുക. ശരിയാ. ഡിസൈൻ മാറൂലേ? ശരി. ഇതൊക്കെ അതിൽ പെട്ട് തന്നെയാണ് അല്ലേ? പല അത് വേറെ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് ആണ്. അത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാന്. ഒരു മോഡൽ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് അതിൽ പെട്ട് തന്നെ അല്ലേ? ഇത് സെക്യുലന്റ് അല്ലേ? സെക്യുലന്റ് വേറെ ടൈപ്പ് ഒക്കെ ഉണ്ടോ? കൊറേ. ഇതൊക്കെ ഈ പേർപ്പിൾ കളർ. ഇത് ഹാർട്ട് പ്ലാന്റ്. ഇത് ഫേൺ. ഇതും ഫേൺ. ഫേണിന്റെ ഇതും ഫേൺ തന്നെ. ഇതും ഫേൺ തന്നെ. ഇതോ? അത് ഒരു എന്താണ് സക്കുലന്റിന്റെ സക്കുലന്റിന്റെ വിഭാഗമാണ്. ശരി. പിന്നെ ഇതൊക്കെ ഇത് തന്നെ നമ്മള് നേരത്തെ പറഞ്ഞ പീസ് ലില്ലി. രണ്ട് കളറുണ്ട്. മഞ്ഞയുണ്ട്, പച്ചയുണ്ട്. മഞ്ഞ അതില്ലേ? ശരി. അതൊക്കെ ഇൻഡോർ പ്ലാന്റ് അവിടെ? അല്ലാതെ ബീഗോണികളാണ്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ബാംബൂസിന്റെ വൈറ്റും ഫിലോഡെൻഡ്രൻ. വേറെ വെറൈറ്റി. ഇത് വേറെ. ഇത് വേറെ വെറൈറ്റി. ബ്രൗൺ വേറെ. ഇതിനൊക്കെ കൊറേ കാലത്തെ എഫേർട്ട് ഇല്ലേ? കൊറേ. പിന്നെ കൊറേ ഇൻട്രസ്റ്റ് വേണല്ലേ നിങ്ങൾക്ക്?
ഇതേതാ പ്ലാന്റ്? ഫിലോഡൻഡ്രോൺ ആണ്. ആ അതന്നെയല്ലേ. ആ അതിന്റെ വേറെ ടൈപ്പ് അല്ലേ. ഇനി ഇതിലൊരു സ്പെഷ്യൽ അഡീനിയ അല്ലേ? അഡീനിയ. ഇതില് ഫ്ലവർ വരൂലേ? ഫ്ലവർ വരും. ഇപ്പൊ മുട്ട. ആ മുട്ടുണ്ട് അല്ലേ. ഇതെന്ത് കളറാണ്? അത് പിങ്ക് കളറാണ്. പിങ്ക് അല്ലേ? പിങ്ക്. കോളേജിന്റെ കോളേജിന്റെ. അവിടെ നമ്മളെ കഞ്ഞിക്കുറുക്ക്. കഞ്ഞിക്കുറുക്കലുണ്ട്. ബട്ടർഫ്ലൈ. ഇത് ശരിക്കും നല്ല ബട്ടർഫ്ലൈ പോലെ ഉണ്ടല്ലേ കാണാൻ. ഇതെങ്ങനെ നല്ല കെയറിങ് വേണം. അധികം വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടാൻ പാടില്ല അല്ലേ? വെള്ളം കൂടി കഴിഞ്ഞാല് വേഗം ചീഞ്ഞു പോകൂലേ? ആ അപ്പൊ ഇങ്ങനെ മഴക്കാലൊക്കെ ആകുമ്പോ പുറത്താകും പിന്നെ അധികം ഷെയ്ഡിൽ വെക്കാം. അല്ലാതെ ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ്. ഇതോ? ഇത് വാൻഡയാണ്. ഓർക്കിഡിന്റെ കുടുംബമാണ്. ഓർക്കിഡ്. ഇതില് ഫ്ലവർ ഉണ്ടാവോ? ഫ്ലവർ ഉണ്ടാവും. വലിയ ഫ്ലവർ ഉണ്ടാവും. തന്നെ ഫ്ലവർ. ഫ്ലവറോ? നല്ല ഭംഗിയുള്ള ഫ്ലവറോ? വലിയ ഫ്ലവറാണ്. ഇതോ? അതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് മോൺസ്റ്റേരിയ. മോൺസ്റ്റേരിയ മണി പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റി. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാന് അല്ലേ? ഇത് സെക്കുലന്റ് വിഭാഗത്തിൽ പെട്ടാണല്ലേ. ഇത് നല്ല 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 ഫ്ലവർ പോലെ ഇരിക്കണ്ടല്ലേ ഇതിന്റെ? ഇതിൽ ഫ്ലവർ ഉണ്ടാവോ ഇനി? നല്ലൊരു റെഡ് കളർ വരും. നല്ല വെയിൽ കൊള്ളിച്ച. ഇത് നമ്മളെ വേറെ അല്ലേ? ഇത് ശരിക്കും ഹാങ്ങിങ് തന്നെയാണല്ലേ? ഇത് കാക്ടസിന്റെ. ഇത് വേറെ കാക്ടസ്. ഇതൊക്കെ അത് ഓർക്കിഡുകൾ. ഓർക്കിഡുകളാ? ഡെൻഡോബ്രിയൻസ്. ഡെൻഡോബ്രിയൻ. ഇത് പിന്നെ ഒരു റയർ പ്ലാന്റ് ആണ്. ഇത് നമ്മള് ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കുക, ക്ലൈംബർ ആയിട്ടും ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് ലുക്കുള്ള. അങ്ങനെയാണല്ലേ കണ്ടാലൊരു. അതിന്റെ വെറൈറ്റി കളറാണോ ഇത്? വെറൈറ്റി കളറാണ്. ഇതോ? സിസി പ്ലാന്റ്. സിസി നമ്മൾ അവിടെ നേരത്തെ കണ്ട. ഇതൊക്കെ സ്നേക്ക് പ്ലാന്റോ? ഇതില്ലേ? സർപ്പപ്പോള. അരേലി. സൈഡിലുള്ള ഡ്രസീനാസ്. ഇതോ? ഈ ഫ്ലവറുള്ള? അത് അറിയില്ല, പേരറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ ഫ്ലവർ കാണാന്. ഇത് വാട്ടർ പ്ലാന്റ്സ് ആണല്ലേ ഇതൊക്കെ? ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇത് ഇത് ഒരു നമ്മളെ താമര പോലെ ഇതിന്റെ പോലെ കാമ്പല് പോലെ ഒക്കെ നിൽക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ ഓരോ ബോർഡർ പ്ലാന്റുകളാണ്. ഇത് ടൊമാറ്റോ ആണോ? ഇതെന്താ നമ്മള് തക്കാളി അല്ലേ? ചെറുവഴുതന പറയും. മെഡിസിനലാണല്ലേ? ഇതെന്തിനാണാവല്ലേ യൂസ് ചെയ്യുന്നത്? ചുമ അധികം അലർജിക്കായ ചുമക്ക് അതിന്റെ വേര് തിളപ്പിച്ചിട്ട് കഴിക്കും. അങ്ങനെയാണല്ലേ? സെക്യുലൻസ് ആണ് കണ്ടതിന്റെ കുറച്ച് വേറെ കളേഴ്സില്ലേ? അത് വെറൈറ്റികൾ. പിന്നെ ഇത് ഫിറ്റൂണിയ. നെർവ് പ്ലാന്റ് എന്നും പേരുണ്ട്. ഫിറ്റൂണിയ. ഈ ഇങ്ങനെ ഇത് നെർവ്സ് കാണുന്നുണ്ടായിരിക്കും. ഇതിന് 2-3 വെറൈറ്റികൾ ഉണ്ട്. ഒരു പിങ്കും പിന്നെ ഒരു വൈറ്റിലുള്ളതും. ഇത് ഹാങ്ങിങ്ങിൽ എടുക്കണൊക്കെ? ഇത് ഹാങ്ങിലിട്ട് മോളതാണ്. മോള ഓരോ പ്ലാന്റ് വെച്ചതാണ്. ഇത് റിയോ പ്ലാന്റ്. പിന്നെ ഇത് തന്നെ പെപ്പറോമിയുടെ ഇത് വേറെ വെറൈറ്റി. കണ്ടിട്ട്. ഇതേതാ? ഇത് കാക്ടസിന്റെ പോലെ തന്നെ ഒരു ചെടിയാണ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഹാങ്ങിങ് ആണ്. അത് സെക്കുലന്റിന്റെ വേറെ വെറൈറ്റി ആണ്. സെക്കുലന്റിൽ പെട്ട തന്നെയാണ്. ഇതൊക്കെ കാക്ടസിന്റെ വെറൈറ്റി ഉണ്ട്. അങ്ങനത്തെ വെറൈറ്റി. പിന്നെ ഇത് എന്താണ്? സ്പൈഡർ പ്ലാന്റ് അല്ലേ ഇത്? ഇതേതാ ഈ ഫ്ലവർ? ബ്ലീഡിംഗ് ഹാർട്ട് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ബ്ലീഡിംഗ് ഹാർട്ട്. അതിന്റെ 3 വെറൈറ്റി ഇവിടെ ഉണ്ട്. വേറൊരു കളറും പിന്നെ വെറും റെഡ് ഉള്ളതൊക്കെ മുകളിലുണ്ട്. ഉണ്ടോ?
എല്ലായിടത്തും ചെടികളാണ് ഇങ്ങനെ നോക്കുമ്പോ. ഇനി ചെടി വെക്കാൻ സ്ഥലം ബാക്കില്ല. ചെടി സ്ഥലമില്ല, ഒരു സ്പേസും വിടാറില്ല. ഇല്ല. പിന്നെ ആ മതിലില് കിടക്കണേ ബ്ലൂബെല്ല്. ബ്ലൂബെല്ല് അവിടെ ബ്ലൂബെല്ല് വള്ളിച്ചെടിയാണ്. പടർത്തി അങ്ങനെ ഹാങ്ങിങ്ങിലും ഇടാം. ശരി. അങ്ങോട്ട് എത്താൻ പറ്റുമോ? ഇതേതാണ്? ഇത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ആയിട്ടല്ലേ. പിന്നെ അത് അങ്ങില്ല, പൊങ്ങിന്റെ വേറെ വെറൈറ്റിയാണ്. ഇതാ നേരത്തെ ഇത് എന്താണ് വാട്ടർ പോപ്പിനാണല്ലേ. ഇത് ഒരു പിങ്ക് കളർ ആമ്പലാണ്. പിങ്കിലെ അത് സെക്കുലന്റിന്റെ പൂവാണ്. കണ്ടില്ലേ, സെക്കുലന്റ് വലുതായിട്ട് കണ്ടില്ലേ അവിടെ പൂ. അങ്ങനെയാണല്ലേ അതിന്റെ ഫ്ലവർ. അതിന് ഫ്ലവർ അങ്ങനെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന് ഫ്ലവർ ആണ്. ഇതിന്റെ വെറൈറ്റി കളർ അവിടെ കണ്ടു ഞാൻ. 5 കളർ ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടു. ഒരു ഞാൻ നേരത്തെ എടുത്തു അവിടെ. അരിത്തെച്ചി എന്ന് പറയും. അരിത്തെച്ചില്ലേ. ഈ നിലത്തുള്ളത് ഏതാ? നിലത്തുള്ളത് നമ്മള് തവരച്ചെടി എന്ന് പറയും. തവര നമ്മള് ഷുഗറിന് അതല്ല അല്ലേ? ആ തവരയല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ആകെ. ഇങ്ങനെ ഒന്നായിട്ട് കിടക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. നമ്മൾ ചെടിയായിട്ടും വളർത്തും. നീലക്കൊടുവേലി. ഇതാണോ നീലക്കൊടുവേലി? നീലക്കൊടുവേലി ഒരു ഫിലിമിലൊക്കെ വന്നിട്ടുണ്ട്. നാടിലൊക്കെ പറയണ അങ്ങനെ ഫേമസ് ആയ ഒരു ചെടിയാണ്. ഇതാണ് നീലക്കൊടുവേലി. ബട്ടർഫ്ലൈ പ്ലാന്റിലെ ഇത് നമ്മള് പൂന്തോട്ടത്തില് ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് വരിയായിട്ട് വെച്ചാല് പൂമ്പാറ്റകൾ ധാരാളം നമ്മളെ പൂന്തോട്ടത്തിക്ക് വന്നു തരും. ധാരാളം ഇതില് ഫ്ലവർ വരും. വരും. ഇത് ആകർഷിക്കാനുള്ള ഒരു ചെടിയാണിത്. ശരി. തേക്ക് മ്യൂസിയത്തില് ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ ചലമ്പം ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലം ഇതിനായിട്ട് അവര് വെച്ചിരിക്കുകയാണ്. ശരി. ഇതാണ് മെഡിസിനൽ പ്ലാന്റാ. സർവ്വസുഗന്ധി. ഇത് എന്താണ്? കറിയിലും പിന്നെ ബിരിയാണിയിലും നെയ്ച്ചോറിലൊക്കെ ആഡ് ചെയ്യാം. അതാണ് ഇതില്. ഇതെന്താ സ്മെല്ലാണോ അതോ? സ്പൈസ് ആണ് അല്ലേ. അപ്പൊ ഇത് മുതാത്ത ഒറ്റക്കാണ് ഇതൊക്കെ ചെയ്യാല്ലേ? നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടോ? മക്കളെ ഹെൽപ്പ് ഒന്നും ഇല്ലല്ലോ. ഒറ്റക്ക് തന്നെയാണല്ലേ. ഹോബി, ഭയങ്കര ഹോബിയാണ്. കുറച്ച് എല്ലാ തരം ഉണ്ട് കേട്ടോ. പിന്നെ വാഴകളുണ്ട്, അങ്ങനെ എല്ലാ തരം. ചേമ്പ്, പല സാധനങ്ങളും ഉണ്ടല്ലേ. ചേന, ചേമ്പ് ഒക്കെ ഉണ്ട് തൊടിയില്. മഞ്ഞള്, കസ്തൂരി മഞ്ഞള്, പിന്നെ കുരുമുളക്, അങ്ങനെ കൊറേ. അത് കുരുമുളക് അല്ലേ അവിടെ? എല്ലാം ഉണ്ട് അല്ലേ. ഈ മരം മാംഗോസ്റ്റീനാണത്. ഇതുമ്പോ കായ്ക്കുവോ? ഉണ്ടായിരുന്നോ? ശരി. ശരി. ഇത് ഒരു പ്ലാന്റ് മാത്രം മതിയോ? ഒരു പ്ലാന്റ് മാത്രം മതി. നമ്മള് ശരി. അപ്പൊ എല്ലാവർക്കും ചെടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്ത നമുക്ക് നഴ്സറികൾക്കൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പൊ നല്ല റേറ്റ് കുറച്ചിട്ടാണ്. ഞാൻ ഇവിടുന്ന് കുറച്ച് കൊണ്ടുവരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഒരു 1-2 നഴ്സറികളിലൊക്കെ ഞാൻ പോയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ അപേക്ഷിച്ചിട്ട് നല്ല മാറ്റമാണ് കേട്ടോ റേറ്റിനൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും മുതാത്ത ഇവിടെ കൊടുക്കും. നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടൊക്കെ വാങ്ങാം കേട്ടോ. ഇപ്പോൾ കാരക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുതാത്താൻ്റെ വീടുള്ളത്. മുതാത്താൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടിയൊക്കെ ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.